ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കിയ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ കൃപ, പരവൂര്. കൃപയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചേട്ടൻ മുതൽ എന്തൊക്കെ സ്പീഡപ്പായിട്ട് എന്തൊക്കെ പറഞ്ഞു പോയി. ഫുഡിന്റെ കാര്യം തന്നെ ആ ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ച് എന്തൊക്കെ പറഞ്ഞു. ഞങ്ങൾ മെനു കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. മെനു കാർഡ് നോക്കിയാൽ പുട്ട്, കപ്പ, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, ദോശ, ഊണ്, പ്ലെയിൻ റൈസ്, ബിരിയാണി, മുട്ടക്കറി, കടലക്കറി, വെജിറ്റബിൾ കറി, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി, താറാവ് കറി, ബീഫ് ഫ്രൈ, ലിവർ ഫ്രൈ, മീൻ കറി, മീൻ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, കണവ റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, കൊഞ്ച് ഫ്രൈ, കക്കാത്തോരൻ, തലക്കറി, കരിമീൻ റോസ്റ്റ്, കരിമീൻ ഫ്രൈ, കല്ലുമ്മേക്കായ്. ഇത്രയും വിഭവങ്ങളുണ്ട്. ഇത്രയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ഊണും പറഞ്ഞിട്ടുണ്ട്, 2 കപ്പയും പറഞ്ഞിട്ടുണ്ട്, ഒരു താറാവ് റോസ്റ്റ്, ഒരു ബീഫിന്റെ ലിവർ ഫ്രൈ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ വന്നിരിക്കുകയാണ്. നമ്മളെ ചേട്ടൻ ലിവർ ഫ്രൈ കൊണ്ടുവന്ന് കപ്പ കൊണ്ടുവന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മളെ ചേട്ടൻ. നല്ല ഒട്ട് പോലിരിക്കുന്ന നല്ല കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പയും നല്ല കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിരിക്കുന്ന നല്ല ലിവർ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. കൈയുടെ കാച്ചി ആ കുരുമുളകിന്റെ ഒരു എരിവുണ്ടല്ലോ, അടിച്ചത് നീറ് നാട്ടി. നമ്മളങ്ങനെ പറഞ്ഞ നല്ല താറാവ് റോസ്റ്റ് വന്നിട്ടുണ്ട്. താറാവ് റോസ്റ്റ് പുട്ടിലോട്ട് എടുത്തിട്ടുക അതേടെ പിടി പിടിക്കാൻ പോവാണ്. കാശി ആരെടുക്കുക, ലിവറൊക്കെ വെച്ച് തട്ടുന്ന കാശിക്ക് ഞാൻ നോക്കുക എന്തുവന്ന്. എങ്ങനെയുണ്ട് താറാവ് റോസ്റ്റ്? എങ്ങനെയാണ്? നല്ല ഗ്രേവി, നല്ല എരിവ്, നല്ല ഗ്രേവി ഇഷ്ടപ്പെട്ട് നല്ല ഗ്രേവി. കാശി എങ്ങനുണ്ട്? സൂപ്പർ, അടിപൊളി. നമ്മള് കുട്ടനാട് പോയി ഒരു കുപ്പി ചെത്തുകളും കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടനാട് പോയി കഴിക്കാനായിട്ട് കൊള്ളാന്ന് തോന്നുന്നു. താറാവ് കുട്ടനാട് പോയി അന്നാ ഷാപ്പി കഴിച്ചതിനെക്കാട്ടി കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനും എന്തായാലും താറാവ് റോസ്റ്റും ആ മീനിന്റെ ചാറും എല്ലാം കൂടെ ഇട്ടത് ഒരു പിടിപിടി ചെയ്യാനും ഒന്ന് നോക്കട്ടെ. അല്ല പിന്നെ ഊരട്ടി പറഞ്ഞ സൂപ്പർ ഗ്രേവി. മീനിന്റെ ചാറും താറാവിന്റെ ഗ്രേവി കൂടെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ്. കാശിയ അടുത്ത ഫുഡിലോട്ട് പോയിരിക്കുകയാണ്. 2 കള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഒരു മുട്ട പുഴുങ്ങിയത് മേടിച്ചിരിക്കുകയാണ് അവൻ. എങ്ങനെയുണ്ട് ഗ്രീൻ പീസ് കറി? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി പറ. അമേസിങ്. ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കുമ്പോൾ ഇവരില്ലാതെ എങ്ങനെ പിടിപിടിക്കാനാണ്? നല്ല തനി നാടൻ ചെത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി താനി നാടൻ ചെത്തുകൾ. കാശി ആകാംക്ഷയോടെ നോക്കുന്ന അമ്മടി ജിഞ്ചാക്കി. ഈ ചെത്തുകള് കള്ള് കാണുമ്പോ ഓർമ്മ വരുന്നത് പഴയ നമ്മളെ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു പടവ. ഇന്നസെന്റ് ചേട്ടന്റെ ഒരു കള്ളുകൂടിയുണ്ട്. തിലകൻ ചേട്ടന്റെ ഷാപ്പിൽ കയറി, തിലകൻ ചേട്ടൻ മുതലാളിയായിരിക്കുന്ന തിലകൻ ചേട്ടന്റെ ഷാപ്പിൽ കയറി ഇന്നസെന്റ് ചേട്ടൻ ഒരു കള്ളുകൂടിയുണ്ട്.
അടിപൊളിയായിരുന്നു. കാശിക്കുട്ട എങ്ങനെയുണ്ടാ? അപ്പവും മുട്ടക്കറിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടെണ്ണ? വേണ്ട. എങ്ങനെയുണ്ടെണ്ണ? കപ്പയും താറാവ് റോസ്റ്റും എല്ലാം ഞങ്ങൾ അടിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ തിന്നോണ്ടിരിക്കാ ഒരു ദോശ അപ്പോ അച്ഛൻ ചിക്കനും കാശിക്കുട്ടന്റെ ചെറിയ അച്ഛൻ പേരെന്തുവാ ചേട്ടന്റെ പേരെന്തുവാ? സുധി. എത്ര വർഷം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ? 5 വർഷം കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സ്പോട്ട് തിരക്കി വന്നതാ. കൃപ കൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങുന്ന ജോലി ചെയ്ത് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ, താറാവ്, ചിക്കൻ വെട്ട്, ചിക്കൻ കറി, ചിക്കൻ ലിവർ, പോർക്ക്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബീഫിന് ലിവർ, പിന്നെ തലക്കറി എന്ന് വെച്ചാൽ 3 ഐറ്റം ഉണ്ട്. വേളാപ്പാരയുണ്ട്, നെമ്മീനുണ്ട്, ചൂരയുണ്ട്. എന്ന് വെച്ചാൽ 3 ഐറ്റം ഉണ്ട്. പിന്നെ കണവുണ്ട്, കക്കയുണ്ട്, ഞണ്ടുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടനെ ഇവിടുത്തെ മൊത്തം ഫുഡിന്റെ മെനു ആണ് പറഞ്ഞത്. ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ്, സ്പെഷ്യൽ ഫുഡ് ഏതാ? ചിക്കൻ പെരട്ട്, ചിക്കൻ പെരട്ട് ഇവിടുത്തെയാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ, എല്ലാരും വന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ചിക്കൻ പെരട്ടാണ്. ചിക്കൻ വെച്ചാൽ നമ്മളൊരു വെറൈറ്റി ഐറ്റം ആണ്. നമ്മുടെ ഈ ഷാപ്പിലെ ഏറ്റവും വെറൈറ്റി ഒരു ഐറ്റം ചിക്കൻ പെരട്ടാണ്. ഇത് ഞാൻ ഒരു കാര്യം, ഇത് ഷാപ്പും റെസ്റ്റോറന്റും ആണ്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചാണ്. ഷാപ്പ് റെസ്റ്റോറന്റ് ഫാമിലിപരമായിട്ടായാലും എന്ത് കാര്യത്തിലും ഒരു കുഴപ്പമില്ല. ആസ്വദിച്ച് കഴിക്കുക, കള്ളു കുടിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ചിരിച്ചും കളിച്ചും പോവാ. ഇങ്ങോട്ട് ദുഃഖത്ത് വന്നു കഴിയാൻ നേരത്തെ തിരിഞ്ഞു അത്രേ ഉള്ളൂ. ഇതിനാണ്. ഓക്കെ കാശിക്കുട്ട, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ? സൂപ്പറാ. എപ്പോഴും തിരിച്ചു കളിച്ചിരിക്കുക കാശ്മീർ. കാശ്മീർ എങ്ങനെ പോകുന്നത്? കാശ്മീർ വല്ലാതെ ഓക്കെ എന്ന് പറയാം. ഇനിയും വരും എന്ന് പറയാം. ഞങ്ങൾ ഇനിയും വരും എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും പഠിക്കണം. നമ്മുടെ കാശ്മീർ സൂപ്പർ